നമസ്കാരം. വോയിസ് ഓഫ് റോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയ വീഡിയോസുമായി ഞാൻ വരും. നല്ല കണ്ടൻറ്റും നല്ല വിവരങ്ങളും നിങ്ങളിലേക്കായി. അപ്പോൾ ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്ന വിഷയം എനിക്ക് ഒരു മെയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ മെയിലിൽ പറയുന്നു 1994 രജിസ്ട്രേഷനായ എൻ്റെ വാഹനം AI ക്യാമറയിൽ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് ഫൈൻ അടിക്കുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പം അതിനുള്ള ആൻസർ കൃത്യമായി കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളടുത്ത് പ്രതിപാദിച്ചിട്ട് വേണം ഇത് പറയാൻ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങൾ പറയുന്നത്. മോട്ടോർ വെഹിക്കിൾ ആക്ട് CMVR 1989 പ്രകാരം റൂൾ 125 അനുസരിച്ച് 94 ശേഷം രജിസ്റ്റർ ചെയ്ത മോട്ടോർ വാഹനങ്ങളിൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ്. 94 മുമ്പ് നിർമ്മിച്ച അതല്ലെങ്കിൽ രജിസ്റ്റേർഡ് വാഹനങ്ങൾക്ക് ആ സമയത്ത് നിർമ്മാണ മാനദണ്ഡങ്ങൾ പ്രകാരം സീറ്റ് ബെൽറ്റ് ഉണ്ടായിരിക്കണമെന്നില്ല. അത്തരം വാഹനങ്ങൾക്ക് സീറ്റ് ബെൽറ്റിൻ്റെ ആവശ്യമില്ല. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ 25/3/94 ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സ്പെഷ്യൽ ഡയറക്ഷനും സർക്കുലറും ഉണ്ടായിരുന്നു. ഇത്തരം വാഹനങ്ങൾക്ക് സീറ്റ് ബെൽറ്റ് നിർബന്ധം ഇല്ല എന്നുള്ളത്. ഇത് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം 1994 മുമ്പുള്ള ഈ മെയിലിൽ പറഞ്ഞിട്ടുള്ള വാഹനത്തിന് സീറ്റ് ബെൽറ്റിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു. AI ക്യാമറയിൽ നമുക്ക് ഈ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. AI ക്യാമറയിൽ വന്ന കംപ്ലൈൻറ്റ് എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതാണ്. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള രജിസ്റ്റേർഡ് അതോറിറ്റിയിൽ ഏറ്റവും അടുത്തുള്ള RTO ഓഫീസിൽ പോയിട്ട് ഇത് 94 മുമ്പുള്ളതാണെന്ന് തെളിയിക്കുന്ന RC, അതിൻ്റെ പ്രൂഫുകളും കാര്യങ്ങളും സഹിതം ഒരു റിക്വസ്റ്റ് ലെറ്റർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തെളിയിക്കാൻ പറ്റുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനോട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫൈൻ ഒഴിവാക്കി തരാവുന്നതേ ഉള്ളൂ. RTOയ്ക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ലെറ്ററിൻ്റെ ഒരു ചെറിയ രൂപം ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം കൊടുക്കാം. നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമാവും. നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പരും ഇതിന് വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സും, വെഹിക്കിൾ രജിസ്ട്രേഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഡീറ്റെയിൽസ്, വെഹിക്കിൾ മോഡൽ, സീറ്റ് ബെൽറ്റ്, ഫാക്ടറി ഫിറ്റിംഗ് നോട്ട് അവൈലബിൾ, CMVR റൂൾ 125 ഉദ്ധരിച്ച് AI ക്യാമറയിലെ ഫൈനിന് നമ്മൾ ബാധ്യസ്ഥരല്ല എന്ന് തെളിയിക്കുന്ന രീതിയിൽ ഒരു അപേക്ഷ റെഡിയാക്കി അത് നമ്മുടെ തൊട്ടടുത്തുള്ള RTO ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ RTO ഉചിതമായ തീരുമാനം എടുക്കുകയും അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് AIയുടെ ക്യാമറയുടെ ഫൈനിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വാർത്തകളും വിവരങ്ങളും അറിവുകളും നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് വോയിസ് ഓഫ് റോസ് എന്നും ഉണ്ടാവും. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൃത്യമായി ഞങ്ങൾ തരുന്നുണ്ട്. ചോദ്യങ്ങൾ കൃത്യമായി അയച്ചു തരിക. അതിനുള്ള ആൻസർ വീഡിയോകളുമായും ഞങ്ങൾ വരും. നന്ദി, നമസ്കാരം.